സംസ്ഥാനത്ത് നെല്ല് സംഭരണം ആരംഭിച്ചെന്ന് ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ. ആലപ്പുഴ ജില്ലയിലാണ് സംഭരണം തുടങ്ങിയത്. പാലക്കാട് അടുത്തയാഴ്ച തുടങ്ങും. കർഷകർ സ്വകാര്യ മില്ലുകൾക്കോ വ്യാപാരികൾക്കോ നെല്ല് നൽകേണ്ടതില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന പശ്ചാത്തലത്തിലാണ് മില്ലുടമകളുടെ പ്രതിഷേധമെന്ന സംശയമുണ്ടെന്നും കൃഷിമന്ത്രി പ്രതികരിച്ചു. മില്ലുടമകളുടെ യോഗത്തിൽ തന്നെ പറഞ്ഞു, ഞങ്ങൾ ഒരു ഇളവ് ഇവർക്ക് ലഭ്യമാകുന്ന തരത്തിലേക്ക് ചെയ്യുന്ന കാര്യം കൂടി പറയുണ്ടായി. അതും അംഗീകരിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന പശ്ചാത്തലത്തിലാണോ എന്ന് സംശയമുണ്ട്. മില്ലുടമകൾ യാതൊരു വിധമായ അനുഭാവ സമീപനവും ഇല്ലാണ്ട് മാറിയത് ഒരു ഇടപെടൽ ഉണ്ടാവും. ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ട്, അതിൽ പ്രയാസപ്പെടുന്നു എന്നതിൻ്റെ പേരിൽ ഞങ്ങൾ അതൊന്നും കണ്ടിട്ട് മാറി നിൽക്കുകയില്ല. മില്ലുകാരുടെ ദയാദാക്ഷിണ്യത്തിന് മുമ്പിലല്ല അങ്ങനെ നിൽക്കേണ്ട ഗതികളിലേക്ക് കർഷകർ നിൽക്കാൻ പാടില്ല. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിജോ, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്തെ നെല്ല് സംഭരണം വലിയ പ്രതിസന്ധിയിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു ശാശ്വത പരിഹാരമായി എന്ന് കരുതാമോ? അമൃത, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സംസ്ഥാനത്ത് നെല്ല് സംഭരണത്തിനകത്ത് ചെറുതല്ലാത്തൊരു വലിയ പ്രതിസന്ധി തന്നെ നിലനിന്നിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ഇടപെടലുകൾ മന്ത്രിതലത്തിൽ ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു. ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ, കൃഷിമന്ത്രി പി പ്രസാദ്, പാലക്കാട് ജില്ലയിൽ നിന്നുള്ള മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടക്കം മില്ലുടമകളുമായിട്ട് സംസാരിക്കുകയും അവരോട് നെല്ല് സംഭരണത്തിനകത്ത് ഒരു തരത്തിലുമുള്ള ഒരു വീഴ്ച ഉണ്ടാവാൻ പാടില്ല, അവരുടെ ആവശ്യങ്ങളിൽ അനുഭാവപൂർവ്വമായിട്ടുള്ള ഇടപെടലുകൾ നടത്താം എന്ന് പറയുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷെ അന്നൊന്നും അവർ അതിന് വഴങ്ങിയിരുന്നില്ല. പിന്നീടാണ് മുഖ്യമന്ത്രി അടക്കം ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് മില്ലുടമകളുമായിട്ട് ഒരു യോഗം ചേരുകയും അവരുടെ ആവശ്യങ്ങളിൽ അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാമെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തത്. പക്ഷെ അപ്പോഴും മില്ലുടമകൾ ആ യോഗത്തിന് ശേഷം അവരുടെ യോഗം ചേർന്ന് സർക്കാർ തീരുമാനത്തിന് വഴങ്ങേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് മില്ലുടമകളുടെ സംഘടനകളെ മാറ്റി നിർത്തിക്കൊണ്ട് മില്ലുടമകളുമായിട്ട് ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ ഇന്നൊരു കൂടിക്കാഴ്ച നടത്തിയത്. അതിനകത്ത് 2 മില്ലുടമകൾ നെല്ല് സംഭരിക്കാം എന്നുള്ള ഉറപ്പ് ഭക്ഷ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള നെല്ല് സംഭരണം തുടങ്ങിയിട്ടുണ്ട്. ആലപ്പുഴയിൽ നെല്ല് സംഭരണം തുടങ്ങി, അത് എത്രയും വേഗം തന്നെ പൂർത്തിയാക്കും. അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള നെല്ല് സംഭരണം സപ്ലൈകോയുടെ ഉദ്യോഗസ്ഥർ പാലക്കാട് ജില്ലയിലെത്തി ഈ പറയുന്ന കർഷകർക്ക് പച്ചച്ചീട്ട് നൽകിക്കൊണ്ട് അടുത്ത ആഴ്ചയോടുകൂടി പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണം തുടങ്ങാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കൂടി ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ പങ്കുവച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൃഷിമന്ത്രി പി പ്രസാദ് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണോ ഈ മില്ലുടമകൾ ഇപ്പോൾ നടത്തുന്നത് എന്നുള്ള ചോദ്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. എന്തായാലും 100 കിലോ നെല്ല് സംഭരിക്കുമ്പോൾ അതിൽ നിന്ന് ഈ പറയുന്ന ഔട്ടേൺ റേഷ്യോ 68 കിലോ അരി വേണം എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ മാനദണ്ഡം. പക്ഷേ കേരളത്തിലെ സാഹചര്യത്തിനകത്ത് അത് നടപ്പിലാക്കുന്നതിനകത്ത് പ്രയാസമുണ്ട്. 64.5 കിലോ അരിയാക്കാനേ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഈ മില്ലുടമകൾ സർക്കാരിനെ അറിയിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്ന് മാറി 68 പകരം 66.5 കിലോ അരി 100 കിലോയിൽ നിന്ന് ലഭിക്കണം എന്നുള്ള നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെച്ചു. ഇതിപ്പോൾ നിലവിൽ മില്ലുടമകൾ സമ്മതിച്ചിട്ടുണ്ട്. ബാക്കി ഇവർക്ക് നഷ്ടം വരുന്ന കിഴിവ് തുക സർക്കാർ നൽകാം എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ എന്തായാലും നിലവിൽ സംസ്ഥാനത്ത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ മില്ലുടമകൾ കൂടി സംഭരണത്തിന് തയ്യാറായി രംഗത്തേക്ക് വന്നാൽ പൂർണ്ണമായിട്ട് നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധി നീങ്ങുകയും ചെയ്യും. അമൃത.